ഹായ്, എല്ലാവർക്കും നമസ്കാരം. HUDRO.ID എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റിവറ്റഡ് ജോയിന്റ്സിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാബ് ജോയിന്റുകളുടെ ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ്, സിക്സാഗ് ടൈപ്പും ചെയിൻ ടൈപ്പും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബഡ് ജോയിന്റ്സുകളാണ്. ആ ബഡ് ജോയിന്റ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും. പിന്നെ റയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ്. അപ്പൊ ബഡ് ജോയിന്റിന്റെ പോർഷൻസ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ റിവറ്റഡ് ജോയിന്റ്സിന്റെ ബഡ് ജോയിന്റ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതേ ചോദ്യം വെച്ച് തന്നെ ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും എങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അതിനായിട്ടൊരു ചോദ്യം എടുക്കുന്നു. ഡ്രോ ദ വ്യൂസ് ഓഫ് എ സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആൻഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ഫോർ 16 mm തിക്ക് പ്ലേറ്റ്. 16 mm തിക്നെസ് ഉള്ള പ്ലേറ്റിനെ ജോയിൻ ചെയ്യാനായിട്ട് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും ഉപയോഗിക്കാം. അത് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പൊതുവെ പ്ലേറ്റ് തിക്നെസ്സുകൾ പൊതുവെ 16 mm, 25 mm, 36 mm ഒക്കെ തരും. കാരണം നമുക്ക് റൂട്ട് എടുക്കാൻ വേണ്ടി ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന 6√T എന്നാണ്. അപ്പൊ നമുക്ക് റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ രീതിയിൽ അവര് അളവുകൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ആ ചോദ്യത്തിലേക്ക് വരുന്നു. ടിയുടെ വാല്യൂ 16 ആണ്. അപ്പൊ നമ്മളിവിടെ 16 എടുക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് 36ഉം 25 ഒക്കെ ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യന്റെ കൂടെ റെഡ്യൂസിങ് സ്കെയിലിൽ വരയ്ക്കാനോ അല്ലെ സ്കെയില് 1:2 എന്നൊക്കെ പറഞ്ഞാൽ പറയും. വലിയ അളവ് വരുവാണെങ്കിൽ 36 ഒക്കെ തരുവാണെങ്കിൽ ചിലപ്പം സ്കെയിലിൽ മാറ്റി വരയ്ക്കാനായിട്ട് പറയും. കാരണം അത് വലിയ പടമായിട്ട് വരും. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് ഡ്രോയിങ് ഷീറ്റിലോ അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്കിലോ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് നമ്മൾ ചെറുതാക്കി വരയ്ക്കും. 1:2 സ്കെയിലിൽ വരയ്ക്കും. അതായത് നേർ പകുതിയാക്കി വരയ്ക്കും അളവുകളെല്ലാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്കെയിലിന്റെ ആവശ്യം വരുന്നില്ല. കാരണം 16 mm വരുന്നുള്ളൂ. അപ്പൊ T 16 ആണ്. ഇനി ഡയമീറ്റർ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. 6√T ആണ്. 6 ഗുണം റൂട്ട് 16 24 എന്ന് കിട്ടും. ഡയമീറ്റർ 24 എന്ന് കിട്ടി. ഇനി നമുക്ക് മാർജിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 1.5D ആണ് മാർജിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാ. ഒരു റിവറ്റിന്റെ സെന്റർ തൊട്ട് അതിനോട് അടുത്തുള്ള പ്ലേറ്റിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മാർജിൻ. അപ്പൊ 1.5 ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും മാർജിനായി. പിന്നെ P = 3D. P = 3D = 24 ആണ്. 24 ഗുണം 3 എത്ര കിട്ടും? 48 72 എന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആണ്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ ചെയ്യുന്ന പ്ലേറ്റുകളെ എൻഡ് ടു എൻഡ് ചേർത്ത് വെക്കുന്നു. സിംഗിൾ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കവർ പ്ലേറ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. ഇതാണ് സിംഗിൾ സ്ട്രാപ്പ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു കവർ പ്ലേറ്റിന്റെ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിൽ ഉപയോഗിക്കുന്ന കവർ പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.125T ആണ്. മനസ്സിലായില്ലേ? അപ്പൊ 1.125T അതായത് T1 ആണ്. T1 = എങ്ങനെ കണ്ടുപിടിക്കും? 1.125 ഇൻറ്റു ടിയുടെ വാല്യൂ എത്ര? 16 ആണ്. അപ്പൊ നമുക്ക് 18 mm എന്ന് കിട്ടും. അപ്പൊ ആ അത്യാവശ്യ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബാക്കി വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ ലൈറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നു. അതിന്റെ വരയ്ക്കുക. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മള് എത്ര നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റ് എന്ന് പറയുന്നത് 16 mm പ്ലേറ്റ് ആണ്. അപ്പോ ഇതിന് മുകളിലോട്ട് 16 mm എടുക്കുന്ന ഡിസ്റ്റൻസ്, ആ 16 mm എടുത്ത ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ വരച്ചു.
ഇനി നമ്മൾ അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ സെന്റർ ഭാഗമുണ്ട്. ബഡ് ജോയിന്റിൽ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് അല്ലെങ്കിൽ സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ മിനിമം 2 വരി റിവറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സെന്റർ തൊട്ട് അടുത്ത പ്ലേറ്റിന്റെ, ശ്രദ്ധിക്കണേ, അടുത്ത റിവറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എം തന്നെയാണ്. എല്ലാം തുല്യമാണ്. അതായത് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഒരു കവർ പ്ലേറ്റ് വരുമെന്നും ഇതിന് താഴെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റ് വരേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ താഴെ ഇവിടെ നമുക്കൊരു റിവറ്റ് വരും, ഇവിടെ റിവറ്റ് വരും, ഇവിടെയും റിവറ്റ് വരും. സിംഗിൾ റിവറ്റഡ് ആയതുകൊണ്ട് ബഡ് ജോയിന്റിന്റെ കേസ്. അപ്പോ ഈ വാല്യൂസ് എല്ലാം, ഈ വരുന്ന ഈ വാല്യൂസുകളെല്ലാം എം ആണ്. ഇവയെല്ലാം എം ആണ്. എം എന്ന് പറഞ്ഞാൽ എത്ര? 1.5D ആണ്. മനസ്സിലായോ? അപ്പൊ വരയ്ക്കാൻ എളുപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം മനസ്സിലായാലും നമ്മൾ ഇവിടുന്ന് അടുത്ത റിവറ്റിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് 1.5D എന്ന് പറഞ്ഞാൽ 36. ഇവിടുന്ന് 36 എടുത്തിട്ട് റിവറ്റ് സെന്റർ മാർക്ക് ചെയ്യുന്നു. ഇനി അവിടുന്ന് 36 എടുത്താൽ നമുക്ക് ഇവിടെ 2 പോയിന്റ് വരും. അവിടെ നമ്മൾ നിർത്തും. അത് പ്ലേറ്റിന്റെ എൻഡാണ്. അത് നമ്മൾ വരയ്ക്കും. നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും 36 എടുക്കുന്നു. നമ്മളിവിടെ സെന്ററിൽ മാർക്ക് ചെയ്യുന്നു. തിരിച്ച് ഇവിടുന്ന് 36 മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ലൈനിൽ നിന്നും മുകളിലോട്ട് കവർ പ്ലേറ്റ് വരയ്ക്കാൻ പോവാ. അതിന്റെ തിക്നെസ് എത്ര? 18 mm ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 18 mm എടുക്കുക. 18 mm എടുത്ത് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? നമ്മള് 10 ഡിഗ്രി ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. നമ്മൾ ഇവിടുന്ന് 10 ഡിഗ്രി ചരിച്ച് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടുന്ന് 10 ഡിഗ്രി ചരിച്ച് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. പ്ലേറ്റ് ക്ലോസ് ചെയ്തു, കവർ പ്ലേറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻഡ് പ്ലേറ്റുള്ള ഡിസ്റ്റൻസ് നമുക്ക് കുറച്ച് വെളിയിലോട്ട് നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്നു. എൻഡ് പ്ലേറ്റുള്ള ഡിസ്റ്റൻസ് വെളിയിലോട്ട് എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. അതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കരുത്. ഇങ്ങനെ വേവ് ഫോമിലെ കട്ട് ചെയ്ത് കാണിക്കാം. കാരണം കുറെ ലെങ്ത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമ്മള് ഏകദേശം ഫ്രണ്ട് വ്യൂ വരച്ച് ഇനി റിവറ്റ് വരച്ചാൽ മതി. അപ്പോ 2 ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ നമ്മള് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്ത് നമ്മൾ വരച്ചു. ഓക്കെ, കവർ പ്ലേറ്റ് വരച്ചു. ഇനി നമുക്ക് റിവറ്റ് വരയ്ക്കണം. സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ ഡയമീറ്റർ, ആ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഈ കപ്പ് ഷേപ്പ് വരയ്ക്കുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 1.6D യും ഇത് 0.7D യും ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിയുടെ ടൈം വെച്ച് D 24 ആണ്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് ഡയമീറ്റർ മാർക്ക് ചെയ്തു. 24 ആണ്. 2 സൈഡിലോട്ടും 12 വെച്ചിട്ട് ഡയമീറ്റർ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് 12 വെച്ചിട്ട് നമ്മള് ഡയമീറ്റർ വരച്ചു. മനസ്സിലാക്കണേ? ഇനി നമ്മൾ ആ അളവുകളൊക്കെ എടുത്ത് 1.6D എത്ര കണ്ടുപിടിക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടും അതിന്റെ പകുതി മാർക്ക് ചെയ്യുന്നു. മുകളിലോട്ട് 0.7D എത്രയാണോ അത് മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ലൈനുകൾ ജോയിൻ ചെയ്യും. ഇതിന് ബൈസെക്ടർ വരയ്ക്കും. ആ ബൈസെക്ടർ വരയ്ക്കുന്ന ലൈൻ ഈ സെൻട്രൽ ലൈനിൽ കൂട്ടിമുട്ടും. ആ സെൻട്രൽ ലൈനിൽ കോമ്പസ് കുത്തുന്നു. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. കൃത്യമായിട്ട് നമ്മൾ കപ്പ് ഷേപ്പ് വരയ്ക്കുന്നു. ഓക്കെ, ഇത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ ഓടിച്ചങ്ങ് പറയുന്നു. ഇതേപോലെ താഴെയും വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. അതിനനുയോജ്യമായിട്ട് താഴെയും വരച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് റിവറ്റ് കൃത്യമായിട്ട് വരച്ചു. നിങ്ങൾ കോമ്പസ് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പൊ നമ്മൾ റിവറ്റ് വരച്ചു. അതിന്റെ കവർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വരച്ചു. ഇനി നമുക്കത് ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു. ഇനി നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിന്റെ സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ലൈൻസുകൾ നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
ഇവിടുന്ന് നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരിക. ഇനി നമ്മള് പറയുന്ന ആദ്യത്തെ റിവറ്റ് വരയ്ക്കാൻ പോകുന്നത്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മുകളിൽ നോക്കുമ്പോൾ കാണുന്ന പോലെ നമ്മളൊരു നിശ്ചിത ഡിസ്റ്റൻസ് വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ആ റിവറ്റ് കൃത്യമായിട്ട് വരയ്ക്കുന്നു. ഇനി ആ സെന്ററിൽ നിന്നും അതിന്റെ സെന്ററിൽ നിന്നും പിച്ച് എന്ന് പറയുന്നത് 72 mm ആണ്. അപ്പൊ ആ 72 mm മാറി അടുത്ത റിവറ്റ് വരയ്ക്കുന്നു. പിന്നെ അതിന്റെ സെന്ററിൽ നിന്ന് അടുത്ത മാറി അടുത്ത റിവറ്റും വരയ്ക്കുന്നു. ഓക്കെ. ഇനി ചെയിൻ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും അതേപടി തന്നെ വരയ്ക്കുക. അതേ വലുപ്പത്തില് കൃത്യമായിട്ട് വരയ്ക്കുക. ഓക്കെ. അപ്പൊ നമ്മള് 3 റിവറ്റുകൾ, 3 വരി റിവറ്റ് മിനിമം കാണിക്കണം, 3 റോ റിവറ്റുകൾ കാണിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് വരച്ചു. ഇവിടുന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഹെഡിന്റെ വളവ് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് കോമ്പസിൽ എടുക്കുക, ഒരു പോയിന്റിൽ കുത്തിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. അവിടെ നിന്ന് തുല്യമായിട്ട് പിച്ച് 72 mm, ഓരോ സെന്ററും 72 mm ഗ്യാപ്പാണ്, അതനുസരിച്ച് അത് വരയ്ക്കാം. അപ്പോ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, അത് അതേപടി നോക്കുക. ആദ്യം നമ്മൾ പ്ലേറ്റ് തിക്നെസ് 16 ആണ്. 16 mm ഹൈറ്റ് എടുത്ത് നീളത്തിൽ 2 ലൈനുകൾ അങ്ങ് വരച്ചു. എന്നിട്ട് നമ്മൾ അതിന്റെ സെന്റർ മാർക്ക് ചെയ്തു. സെന്റർ മാർക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിവറ്റുകളുടെ എല്ലാം സെന്ററുകൾ മാർക്ക് ചെയ്ത് അത്യാവശ്യമുള്ള പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്ത് പോകുന്നു. കാരണം ഇവിടുന്ന് ഇവിടം വരെയും 1.5D, ഇവിടുന്ന് ഇവിടെ വരെയും 1.5D, തിരിച്ച് ഇങ്ങോട്ടും 1.5D, ഇങ്ങോട്ടും 1.5D. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് കവർ പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നു. 18 mm ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും 10 ഡിഗ്രി ചരിച്ച് ലൈൻ വരച്ച് ഈ കവർ പ്ലേറ്റുകളെ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ ഇച്ചിരി വെളിയിലോട്ട് തള്ളി നിർത്തി നമ്മൾ അതിനൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് റിവറ്റ് വരയ്ക്കുന്നു. ആ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന് താഴെയായിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, പ്ലേറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക. പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടോപ്പ് പ്ലേറ്റ് വരയ്ക്കുന്നു. ടോപ്പ് പ്ലേറ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ടോപ്പ് പ്ലേറ്റ് കവർ പ്ലേറ്റ് കാണും. കവർ പ്ലേറ്റിന്റെ 2 പോയിന്റുകൾ, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഇത് നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പോവാം. അടുത്ത് ഇവിടെ നോക്കുമ്പോ ഇത് കാണാം, ഈ പോയിന്റ് കാണാം. ഓക്കെ. ആ പോയിന്റ് അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കുക. ഇങ്ങനെ ഒരു വേവ് ഫോർമേഷനിൽ ക്ലോസ് ചെയ്ത് കാണിക്കുക. ഓക്കെ. ഇനി താഴത്തെ പ്ലേറ്റ്, 2 പ്ലേറ്റുകളുണ്ട്. താഴത്തെ 2 പ്ലേറ്റുകളുണ്ട്. നമുക്ക് ജോയിൻ ചെയ്യേണ്ട 2 പ്ലേറ്റുകൾ. അതിൽ ആദ്യത്തെ പ്ലേറ്റ് ഇതാ. ഇത് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് കാണിക്കും. ഒന്ന് നീട്ടി വരയ്ക്കുന്നു. ഇതും ഇതേപടി നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നത്, നമ്മള് ഈ സെന്ററിലാണ് ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. താഴെ ഇവിടെയും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കാണിക്കുന്നു. ഡോട്ടഡ് ലൈനായിട്ട് വരച്ചാൽ മതി, കാരണം നമുക്ക് നേരെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈനാക്കി വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നത്, നമ്മള് ഒരു പ്ലേറ്റിനെ നമ്മൾ ഈ രീതിയിൽ ക്ലോസ് ചെയ്യുന്നു. അടുത്ത പ്ലേറ്റിനെ അതിന്റെ താഴെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. മനസ്സിലാക്കണേ, കാര്യങ്ങൾ മനസ്സിലാക്കി വരയ്ക്കുക. അതിലൊന്നും വലിയ ആലോചിക്കാനൊന്നുമില്ല. ഇവിടെ നമ്മൾ അതിനെ അതിന്റെ അടിയിൽ കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കൊണ്ടത് വെളിയിൽ ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, പ്ലേറ്റുകൾ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇത് 2ാമത്തെ പ്ലേറ്റ്, ഇത് 3ാമത്തെ പ്ലേറ്റ്. 1, 2, 3 പ്ലേറ്റുകൾ നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ, റിവറ്റിന്റെ ഡയമീറ്റർ നമുക്ക് നേരെ കാണത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈനെ കാണിക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. ഇവിടെ ഡോട്ടഡ് സർക്കിൾ ആയിട്ട് വരയ്ക്കുക. എല്ലായിടവും വരയ്ക്കണം. കാരണം റിവറ്റ് ഡയമീറ്ററാണ്. നിങ്ങൾ കൃത്യമായിട്ട് കോമ്പസ് ഉണ്ടെങ്കിൽ വരയ്ക്കുക. ഞാൻ പെട്ടെന്ന് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാം അതെങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കുന്നതെന്നുള്ളത്.
അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയമെൻഷൻ ചെയ്താൽ മതി. അതായത് ഇനി നമ്മൾ ഇതിന്റെ ഒരു സെക്ഷൻ കാണിക്കും. ഈ സെക്ഷൻ നമ്മളിങ്ങനെ കാണിക്കും. ഇവിടെ എ എന്നൊക്കെ അടയാളപ്പെടുത്തും. എ എന്നൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിക്കും. അതായത് ഇവിടെ കൊണ്ട് ഈ പ്ലേറ്റിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് താഴെ നിന്ന് നോക്കുന്നതാണ് ഈ ഫ്രണ്ട് വ്യൂ എന്ന് കാണിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ സെക്ഷനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു അതാണ് ഈ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ഇത്രയും കാണിച്ചത്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക്, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് വരയ്ക്കുന്നത്. അതിനെ അളവ് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് P is equal to 3D. ഇവിടെ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇത് രണ്ടെണ്ണം കാണിച്ചാൽ മതി. ഇത് M തന്നെയാണ്, is equal to 1.5D. ഇവിടെയും M is equal to 1.5D. ഇത്രയും ചെയ്താൽ മതി, കാരണം ബാക്കി എല്ലായിടത്തും ഒരേപോലെ. ഇനി നമുക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുക. ഇത് T ആണ്, ഇത് T-യും ഇത് T1-ഉം. T-യും T1-ഉം ആണ്. T-യും T1-ഉം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിന്റ് ആയതുകൊണ്ട് മിനിമം 2 വരി റിവറ്റ് ഉണ്ട്. ലാബ് ജോയിന്റിന്റെ കേസിൽ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വരി റിവറ്റേ കാണും. ബഡ് ജോയിന്റ് ആയതുകൊണ്ട് മിനിമം 2 വരി റിവറ്റ് എന്തായാലും ഉണ്ട്. ഇനി സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ്, അതായത് ഒരു കവർ പ്ലേറ്റ് മാത്രം ഉപയോഗിച്ചുള്ള ബഡ് ജോയിന്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒരു കവർ പ്ലേറ്റ് മാത്രം. അപ്പൊ ഒരു കവർ പ്ലേറ്റ് മാത്രം ഉപയോഗിച്ചുള്ള ബഡ് ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്ര? T1 ആണ്. അപ്പം നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകളെക്കാളും വലുതായിരിക്കും T1. മനസ്സിലാക്കണേ, ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകളെക്കാളും വലുതായിരിക്കും T1. കാരണം T1ന്റെ ഫോർമുല എന്താ? 1.25T ആണ്. 1.25T ആണ്. അപ്പൊ 16 ഗുണം 1.125 ചെയ്യുമ്പോൾ 18 mm കിട്ടും. അപ്പൊ ഇതിനേക്കാളും വലുതാണ് T1 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് വരയ്ക്കുന്നത്. നമ്മളപ്പോ ഇത് ഈ പടത്തിന്റെ ഈ അളവുകൾ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എങ്ങനെ വരയ്ക്കാന്ന് നോക്കാം. ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ 2 കവർ പ്ലേറ്റുകൾ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ അളവൊന്നും നമുക്ക് വേണ്ട. ഇത് പ്ലേറ്റ് തിക്നെസ് 16 തന്നെ നമ്മൾ എടുക്കുന്നു. T1 അങ്ങ് മാറും, കാരണം 2 കവർ പ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ ഇത്രയും നമ്മളങ്ങ് വാങ്ങിച്ചു കളയാം. ഓക്കെ, ഇത് ഇതേപോലെ കിടക്കട്ടെ. ബാക്കി ഞാൻ പറയാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 2 കവർ പ്ലേറ്റ് ഉണ്ട്. നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകളെ നമ്മൾ കൃത്യമായിട്ട് ബഡ് ജോയിന്റ് ആയി അറേഞ്ച് ചെയ്തു. ഇതാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് 2നെ അറേഞ്ച് ചെയ്തു. ഇനി 2 കവർ പ്ലേറ്റ് ഉപയോഗിക്കും. 2 കവർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ T2 ആണ്. ആ 2 കവർ പ്ലേറ്റിന്റെ തിക്നെസ് T2 എന്ന് എടുക്കും നമ്മൾ. T2 എന്ന് പറയുന്നത് 0.8T ആണ്. അപ്പൊ 0.8 × 16 ചെയ്യുമ്പോൾ 12.8 സംതിങ് ആണ് കിട്ടുന്നത്. 12.8. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12.8 ഇവിടുന്ന് മുകളിലോട്ട് 12.8 മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ഇവിടുന്ന് താഴോട്ടും 12.8 മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. മനസ്സിലാക്കണേ. ഇനി ചെയ്യേണ്ട കാര്യം, 12.8 എടുത്ത് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന്
എല്ലാം 1.5D നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ 1.5D ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 ഡിഗ്രി ചരിച്ച് ഇവിടെ ലൈൻ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1.5D മാർക്ക് ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക, ബാക്കി മായ്ച്ചു കളയുക. തിരിച്ച് താഴോട്ടും അതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. ഇവിടുന്ന് 10 ഡിഗ്രി ചരിച്ച് ഇങ്ങോട്ട് വരിക, ഈ ലൈനിങ് മായ്ച്ചു കളയുക. കണ്ടോ? മനസ്സിലായോ? ഇവിടുന്ന് മുകളിലോട്ടും 12.8 എടുക്കുക, താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക, മുകളിലോട്ട് ലൈൻ വരയ്ക്കുക. അപ്പൊ 2 കവർ പ്ലേറ്റുകൾ നമ്മൾ വരച്ചു. ഇത് നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റ്, ഇതിന്റെ തിക്നെസ് 16 തന്നെ, സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ വരയ്ക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് റിവറ്റ് വരയ്ക്കണം. ആ റിവറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളതിന്റെ അളവുകൾ കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നു. ഇത് റിവറ്റ്, ഇത് അടുത്ത റിവറ്റ്. ഇതിന്റെ സെൻട്രൽ ലൈൻ മാത്രം കൃത്യമായിട്ട് വരയ്ക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പഠിപ്പിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക? റിവറ്റ് ഹെഡ് വൃത്തിയായിട്ട് റിവറ്റ് ഹെഡ് വരയ്ക്കുക. കണ്ടോ? അപ്പൊ നമ്മൾ റിവറ്റ് ഹെഡ് വരച്ചു. റിവറ്റ് ഹെഡുകൾ നമ്മൾ വരച്ചു. അപ്പോ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആണ്. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആണ്. 2 സ്ട്രാപ്പ്, അതായത് 2 കവർ പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ അളവ് 12.8. അതുകൊണ്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ T വരച്ചു. അതിന്റെ മുകളിലോട്ട് 12.8 മാർക്ക് ചെയ്യുന്നു, താഴോട്ടും 12.8 മാർക്ക് ചെയ്യുന്നു. ഇനി ഓരോ അളവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും 1.5D ആണ്. അതായത് ഈ പ്ലേറ്റിന്റെ എൻഡ് തൊട്ട് ഇവിടെ സെന്റർ വരെ 1.5D, ഇവിടെ ഇങ്ങോട്ടും 1.5D. അപ്പൊ ടോപ്പ് വ്യൂ ഏകദേശം ഇതേപോലെ തന്നെ വരുന്നത്. ടോപ്പ് വ്യൂ ഇതേപോലെ തന്നെ വരും. ഒരു വ്യത്യാസം വരും. ഏതാ? ഒരു കവർ പ്ലേറ്റ് കൂടി നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിക്കോണേ, ഇവിടെ 4 പ്ലേറ്റ് ഉണ്ട് മൊത്തത്തിൽ. ഇതൊരു പ്ലേറ്റ് ആണ്. 1, 2, 3, 4. അപ്പൊ നമ്മൾ ഈ അടിയിലത്തെ പ്ലേറ്റ് നമ്മൾ കാണിക്കണം. ബാക്കിയെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അടിയിലത്തെ പ്ലേറ്റ് കാണിക്കാൻ വേണ്ടി ഇതേ ഈ വരച്ചിരിക്കുന്നത് മുകളിലത്തെ പ്ലേറ്റിന്റെയാ. അതേ ഡിസ്റ്റൻസ് തന്നെ താഴോട്ട് വരുന്നത്. അപ്പൊ ഇവിടം വരെ ഈ അടിയിലത്തെ പ്ലേറ്റ് കാണത്തില്ല. അതിനോട് എന്ത് ചെയ്യുന്നു? നമ്മള് മുകളിലോട്ടൊന്ന് ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ടോപ്പ് വ്യൂ 2 അറ്റങ്ങളിൽ നമ്മളൊന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ തെളിച്ച് വരയ്ക്കാം. വെളിയിലോട്ട് കാണുമ്പോൾ തെളിച്ച് കാണണം. ഈ പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് വരെ ഇത് ഡോട്ടർ ലൈനും, വെളിയിലോട്ട് വരയ്ക്കുമ്പോൾ തെളിച്ചും വരയ്ക്കാം. ഇനി എന്ത് ചെയ്യുക? സിമ്പിൾ കാര്യമാണ്. ഇവിടെ ചെയ്യുന്ന പോലെ നമ്മളിനെ ഇവിടെ ക്ലോസ് ചെയ്യുക, തിരിച്ച് താഴെ ഇവിടെയും ക്ലോസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇതൊരു കവർ പ്ലേറ്റ്, ഇത് 2. ആ കവർ പ്ലേറ്റ് 2, ഇത് 1, ഇത് 2, 3, 4. ഇത് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ. ഇവിടെയും ഈ 4 നമ്മൾ കാണിച്ചു. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് നമ്മൾ വരയ്ക്കുന്നത്. മനസ്സിലായി? 2 കവർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിലും ഷെയ്ഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല. നിങ്ങൾ അത് നോക്കിക്കൊള്ളുക. അതായത് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകളെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷെയ്ഡ് ചെയ്യും. ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഇത് ഒരു ഡയറക്ഷൻ ചെയ്യുകയും ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ജോയിൻ ചെയ്യേണ്ട അടുത്ത പ്ലേറ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഇനി ഒരു കവർ പ്ലേറ്റ് അത് ഒരേ ഡയറക്ഷനിൽ തന്നെ അങ്ങ് ഷെയ്ഡ് ചെയ്യും. അത് സെയിം ഡയറക്ഷനിൽ അങ്ങ് ഫുൾ ഷെയ്ഡ് ചെയ്യും. അടുത്ത കവർ പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷെയ്ഡ് ചെയ്തത്. അപ്പൊ അകലം കൂട്ടി ഷെയ്ഡ് ചെയ്താൽ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക, വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ട ഭാഗം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി അതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ പഴയ ക്ലാസ്സിൽ റിവറ്റഡ് ജോയിന്റ്സിൽ പഴയതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതേ നമ്മൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്ത് കാണിക്കുക. ഈ 3 അളവുകളുണ്ട് കാണിക്കാൻ. 3 അളവുകൾ എന്ന് പറയുമ്പോൾ ഇത്
ടി, ഇതൊക്കെ T2, ഇതും T2 ആണ്, ഇതും T2 ആണ്. മനസ്സിലായോ? അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഒരു ഓർമ്മയിൽ വെച്ച് വരയ്ക്കുക. T2 T2 എന്ന് പറയുന്നത് എത്ര നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്റ്റൻസ് മുകളിലോട്ട് വരുന്ന ഈ ഡിസ്റ്റൻസ് എല്ലാം പഴയ പോലെ തന്നെയാണ്. എത്ര? M ആണ്. എല്ലാത്തിന്റെയും വാല്യൂ M ആണ്. ഇത് M, ഇത് M. M എന്ന് പറഞ്ഞാൽ 1.5D. അപ്പൊ സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റും സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇനി ഈ റിവറ്റഡ് ഒക്കെ വരയ്ക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുക. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ സാധനമാണ്, അതുകൊണ്ട് നമ്മൾ വേഗം വരച്ചു പോകും. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. അത് റയർ ആയിട്ടാണ് അങ്ങനെ പരീക്ഷകൾക്ക് ചോദിക്കാറ്. അപ്പൊ ഇതേപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന്റെ വാല്യൂസും കാര്യങ്ങളും ഫിഗറും ഒക്കെ നമ്മൾ കാണിക്കും. അപ്പം അതേപോലെ അത് അങ്ങനെയാണ് നമ്മൾ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് നമ്മൾ വരയ്ക്കുന്നത്. അതൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് നിങ്ങൾ വരച്ചിട്ടിരുന്നാൽ മതി. ആ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വരി റിവറ്റ് ആണെങ്കിൽ 2 വരി റിവറ്റ് വരും. ഒരു പ്ലേറ്റിന് തന്നെ 2 റിവറ്റുകൾ വരും. അപ്പൊ മൊത്തത്തിൽ 4 റിവറ്റ് വരും. അതാണ് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ വൃത്തിയായിട്ട് ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം സ്വയം വരച്ചു പഠിക്കുക. വീഡിയോ കണ്ടുകൊണ്ട് ഓരോ ലൈൻസും വരച്ച് പഠിക്കാതെ വീഡിയോ കണ്ട് മൊത്തത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം തന്നെത്താൻ വരയ്ക്കുക. ഡൗട്ട് തോന്നുവാനെ വീണ്ടും ഒന്ന് കയറി കാണുക. ഓക്കെ, താങ്ക് യു.